നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം 2024 ജാനുവരി 20 പോലും ആയില്ല 2 പ്രാവശ്യം കേരളത്തിൽ വിസിറ്റ് ചെയ്തു. ഒരു പ്രാവശ്യം തൃശ്ശൂരിൽ റോഡ് ഷോ നടത്തി, വളരെ ജനകീയ പ്രതികരണമായിരുന്നു. അത് കഴിഞ്ഞ് കൊച്ചിയിൽ നടത്തി ഏകദേശം 1 കിലോമീറ്ററോളം. പിന്നീട് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. പിന്നീട് കൊച്ചിയിൽ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് ഏകദേശം 4000 കോടിയുടെ പ്രോജക്ട്സ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പം ഉറപ്പായിട്ടും ഇലക്ഷന് മുമ്പുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് മോദി അടുപ്പിച്ച് കേരളത്തിൽ വരികയും, കേരളം എന്ന് പറയുന്ന ഒരു വലിയ മരീചികയായിട്ടിരിക്കുകയാണ് BJP സെൻട്രൽ ലീഡർഷിപ്പിന്. കേരളത്തിൽ നിന്നൊരു MPയെ കിട്ടിയിട്ടില്ല. നേരത്തെ ഒരു MLA ഉണ്ടായിരുന്നു, ശ്രീ രാജഗോപാൽ. അദ്ദേഹം പിന്നെ MLA ഇല്ലാതായി മാറി. അദ്ദേഹം MLA ആകാഞ്ഞതും എല്ലാം BJPയുടെ ഭാഗ്യം തന്നെ. കാരണം ഒരു കാര്യത്തിലും പ്രയോജനമില്ല, പാർട്ടിക്കെന്നല്ല നാട്ടുകാർക്ക് പോലും പ്രയോജനമില്ലാത്തൊരു മനുഷ്യൻ എന്തൊക്കെയോ ഇപ്പം പുലമ്പുന്നു. ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്. മോദിയെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നൊരു രീതി, അതെന്തുകൊണ്ട് കേരളത്തിലെ BJPയെ ഈ കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗം അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചോദ്യമാണ്. ഇപ്പം എൻ്റെ ഒരു അനുമാനത്തിലും അനാലിസിസിലും സുരേഷ് ഗോപി ഒരു 40 മുതൽ 50,000 വോട്ടുകൾക്ക് തൃശ്ശൂരിൽ ജയിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു സാധ്യത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മെറ്റീരിയലൈസ് ചെയ്യേണ്ടത് കേരളത്തിലെ BJP നേതാക്കൾ. അപ്പം ഒരു സീനിയർ സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഓഫീസർ ഇന്ന് ടെലിഫോണിൽ എന്നോട് പറഞ്ഞത്, BJP സുരേഷ് ഗോപിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത് കേരളത്തിലെ BJPയുടെ ചില നേതാക്കളാണ്. പലരുടെയും പേരെടുത്ത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഓഫീസർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കേരളത്തിലെ ഈ പറയുന്ന 5-6 നേതാക്കൾ ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എന്നോട് ചോദിച്ചു, മാത്യുവിന് എവിടെയെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? കാരണം അവന്മാർ അതേപോലെ അടിയുക. അതായത് കേരളത്തിലെ BJPയെ നിങ്ങളെ ഒരു തേർഡ് പാർട്ടിയായിട്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇവർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ അകത്താണ് പ്രധാനമായിട്ടും പലതും റിജുവിനേഷനും റെക്ടിഫൈ ചെയ്ത് കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്യണം അതിനൊരു തീരുമാനം വരേണ്ടത്. എനിക്കറിയാവുന്നൊരു BJPയുടെ നേതാവുണ്ട്, എറണാകുളം സ്വദേശി. അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുന്ന പണം പിരിക്കാൻ വേണ്ടി, അദ്ദേഹം ഇലക്ഷൻ ജയിക്കുകയോ തോക്കുമെന്നൊന്നും പ്രശ്നമല്ല. ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും ആരാണെന്ന്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് വലിയ അപമാനമാണ്, കാരണം നിങ്ങളൊരു ഭാരമാണ്. കാരണം ഇലക്ഷനിൽ പണം പിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, പണം സമ്പാദിക്കുക മാത്രം. അതേപോലെ ചില കാര്യങ്ങളിൽ കേരളത്തിലെ BJP പഠിക്കേണ്ട പല പാഠങ്ങളുണ്ട്. അത് എൻ്റെ ഒരു അനാലിസിസാണ്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് TN പ്രതാപൻ, നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്കും അറിയാം, അദ്ദേഹം ഒരു യൂസ്ലെസ് ആണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതേപോലൊരു യൂസ്ലെസ് MP 545 പേരെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പിലത്തെ റേറ്റിംഗിൽ വരുന്ന കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നും പോകുന്ന TN പ്രതാപനാണ്. ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ പാർലമെൻറ്റിൽ നിതിൻ ഗഡ്കരിയോട് ചോദിച്ച ചോദ്യം, തൃശ്ശൂരെങ്ങാണ്ട് കലിങ്കിൻ്റെ പണി പണിയണം. കലിങ്ക് പണിയുന്ന PWDയോ പഞ്ചായത്തോ ഒക്കെയാണ് കലിങ്ക് പണിയുന്നത്. അത് കേന്ദ്ര ഹൈവേ സർഫേസ് ട്രാൻസ്പോർട്ട് മന്ത്രിയോടാണ് കലിങ്ക് പണിയാൻ പറയുന്നത്. അപ്പം അത്രമാത്രം ബോധമേ ഉള്ളൂ ഇയാൾക്ക്. അതേപോലെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു MP ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ MPമാരും BJPക്കാരും ഇത് ചിരിക്കുന്നത് കണ്ടു. അറ്റ്ലീസ്റ്റ് അയാളങ്ങ് മലയാളത്തിൽ സംസാരിക്കും. ആലോചിച്ച് നോക്കുക. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നേട്ടങ്ങളൊക്കെ കൊയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂസഫ് അലിയെ പിടിച്ചാണെങ്കിലും അമൃത മെഡിക്കൽ കോളേജ് മകളെ MBBS അതൊക്കെ പഠിപ്പിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടൊരു സോളിഡ് MPയെ ക്രിയേറ്റ് ചെയ്യുവാൻ കേരളത്തിന് എത്ര കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട്? ചോദ്യമാണ് സംഭവം. അപ്പോൾ സുരേഷ് ഗോപി അതിലൊക്കെ സക്സസ് ആണ്.
കാരണം കോവിഡ് സമയത്താണെങ്കിലും അദ്ദേഹം പൊളിറ്റിക്സും നോക്കാതെ, മതവും നോക്കാതെ, ജാതിയും നോക്കാതെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വളരെ മുന്നോട്ടിറങ്ങി. തോറ്റിട്ടാണെങ്കിലും അദ്ദേഹം 5 വർഷം തൃശ്ശൂർ തന്നെ നിന്ന് പ്രവർത്തിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്, ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ പോയിന്റ് അതല്ല. ഈ പറയുന്ന നരേന്ദ്രമോദി ആണെങ്കിലും കേന്ദ്രത്തിലെ BJP ആണെങ്കിലും കേന്ദ്ര സർക്കാരും ഡെലിവറി ചെയ്യുന്ന പലതിനെ പറ്റിയും കേരളത്തിലെ ജനങ്ങളെ ബോധപ്പെടുത്തും. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ടെലിവിഷൻ ഡിബേറ്റ്സിലൊക്കെ അധികവും BJPയുടെ സ്റ്റേറ്റ് നേതാക്കളിരുന്ന് മണ്ടത്തരമാണ് പറയുന്നത്. അധികവും ഇവർ നേരെ ചൊവ്വേ ഹോംവർക്ക് ചെയ്യത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരൊരു വിഷയത്തെപ്പറ്റി പഠിക്കത്തില്ല. അതിനൊരു ഉദാഹരണം പറയാം. ഈ മണിപ്പൂർ ഇഷ്യൂ കേരളത്തിലെ ക്രിസ്ത്യൻസിനിടയ്ക്ക് ശരിക്കും അകത്തോട്ട് വിള്ളൽ വീണ സംഭവമാണ്. മോദി അംഗീകരിക്കുന്നുണ്ടെങ്കിലും എന്താകും ഈ സംഭവം എന്നുള്ളത് പല ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും അച്ഛന്മാരും പല ക്രൈസ്തവ വിശ്വാസികളും എന്നോട് ചോദിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പം എന്തുകൊണ്ട് ഈ മണിപ്പൂർ ഇഷ്യൂ കേരളത്തിലെ BJPക്കാർക്ക് നേതാക്കൾക്കും ഈ പബ്ലിക് ഡിബേറ്റിന് പോകും വളരെ ആർട്ടിക്കുലേറ്റീവായിട്ട് പറയാവുന്ന പല പോയിന്റ്, ഒറ്റ പോയിന്റ് പോലും അവർ പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇത് ഹോംവർക്ക് ചെയ്യത്തില്ല. എനിക്കൊന്ന് മണ്ടന്മാരാന്ന് തോന്നി അധികവും. അല്ലെങ്കിൽ ഇത് ആൾക്കാരെ വെച്ചിരുത്തി ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സ് പല ടോപ്പിക്സ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ കൗണ്ടർ ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കുന്ന വലിയ റോക്കറ്റ് ടെക്നോളജി ഒന്നുമല്ല. ഇപ്പം കേന്ദ്ര BJPയിലുള്ള സംബിത് പാത്ര അങ്ങനെ നമ്പർ ഓഫ് ലീഡേഴ്സ്, ഇപ്പം ഹിന്ദി ചാനൽ, ഇംഗ്ലീഷ് ചാനൽ എത്ര വളരെ ബ്യൂട്ടിഫുള്ളിയാണ് അവർ ഓരോ ഡിബേറ്റിലും വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്, ഓരോ കാര്യത്തെയും കൗണ്ടർ ചെയ്യുന്നത്. അതായത് കേരളത്തിലെ BJP നേതാക്കൾ വലിയൊരു ശതമാനത്തിന് അത് അറിയില്ല എങ്ങനെയാണ്. കാരണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ CPMഉം കോൺഗ്രസും നിങ്ങളൊഴികെ നിങ്ങളെ മുഴുവനും എതിർക്കുന്നവരാണ് അപ്പുറത്തിരിക്കുന്നവർ. അവിടെ 2 പേരിയ്ക്കുമ്പോൾ നിങ്ങൾ ഒരാളെ ഇരിക്കുന്നുള്ളൂ. ഇപ്പം എങ്ങനെ കൗണ്ടർ ചെയ്യണം? ഇപ്പം മണിപ്പൂർ ഇഷ്യൂ എടുക്കാം. മണിപ്പൂരിൻ്റെ യഥാർത്ഥ ഇഷ്യൂ എന്തുവാ? യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിറ്റി വയലൻസ് അല്ല. അവിടെ പോകുന്നവർക്കും ഇതിനെപ്പറ്റി പഠിക്കുന്നവർക്കും വളരെ കൃത്യമായിട്ടറിയാം. അതൊരു എത്നിക് ക്ലാഷാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ശ്രീലങ്കയിലുണ്ടായ പോലെ തമിഴിനും സിംഹളനുമായിട്ടുള്ള അതേ ഇഷ്യൂ ആണ് മയത്തെയും ഈ കുക്കികളുമായിട്ടുള്ള ഇഷ്യൂ. ഇത് 2 ഗോത്രമാണ്. അതിൻ്റെ അപ്പറായിട്ട് നിൽക്കുന്നതാണ് മെയ്ത്തികളുടെ പണ്ട് സെക്യൂരിറ്റി ആയിട്ട് ഗാർഡ് അവരുടെ രാജാക്കന്മാരുടെ പോയിരുന്ന കുക്കികളാണ്. അപ്പോൾ ഇവരെ താഴേക്കെട്ടിലോട്ടങ്ങ് മാറ്റി. ഇവരധികവും ഈ മലമ്പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഇത് മനസ്സിലാക്കേണ്ട നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന എല്ലാ സ്റ്റേറ്റും വളരെ സെൻസിറ്റീവാണ്. എല്ലാം ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പോൾ അവരിലോട്ട് ഇത് മുഴുവനും ഒരു കാര്യം ഞാൻ പറയാം. ഈ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് എന്തുവാന്ന് ഇന്ത്യക്കാർ അറിയുന്നത്. അത് മോദി വന്നതിന് ശേഷം റോഡുകൾ പോലും. കാരണം പണ്ട് മുതൽ ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോകുന്ന ഒരാളാണ്. അവിടുത്തെ റോഡിൻ്റെ സ്ഥിതിയൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. മോദി വന്നതിന് ശേഷമാണ് അവിടെ റോഡുകളും കണക്ടിവിറ്റിയും ഡെവലപ്മെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അവിടെ പ്രവർത്തിക്കുന്ന ഈ കാത്തലിക്സ് അച്ഛന്മാരോട് കേരളത്തിലെ BJP നേതാക്കൾ ചോദിച്ച് A to Z കാര്യങ്ങൾ പറഞ്ഞു തരും. അവർക്കിത് മുഴുവനും അറിയാം എന്താണ് അവിടുത്തെ ഇഷ്യൂ എന്നുള്ളത്. പിന്നീട് ഇത് കമ്മ്യൂണിറ്റി ഇഷ്യൂ ആയിട്ട് കേരളത്തിൽ പറയുമ്പോൾ, അതായത് വർഗീയത എന്ന് പറയുമ്പോൾ, അതിനെ കൗണ്ടർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ആദ്യം അതിന് ഡേറ്റ എടുക്കുക. കേന്ദ്ര ഗവൺമെൻറ് ഡേറ്റയുണ്ട്, പാർലമെൻറ്റിൽ കൊടുത്ത ഡേറ്റയുണ്ട്, ഇതെല്ലാം അവൈലബിൾ ഡേറ്റയാണ്. അതായത് മെയ്ത്തികൾ ഇത്ര പേരെ കൊല്ലുന്നു, കുക്കികൾ ഇത്ര പേരെ കൊല്ലുന്നു, ഇത്രമാത്രം പള്ളികൾ തകർക്കുന്നു, ഇത്രമാത്രം അമ്പലങ്ങൾ തകർക്കുന്നു. എന്തുകൊണ്ടാണ് കുക്കികൾ മൈത്തികളുടെ ആരാധന, അതായത് ക്രിസ്ത്യൻ പള്ളികളും ഇൻസ്റ്റിറ്റ്യൂഷനും തകർത്തത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എത്രയാണ് തകർത്തത്? മൈത്തികളിൽ 11% ക്രിസ്ത്യൻസാണ്. അവരുടെ പള്ളികൾ എന്തിനാ കുക്കികൾ തകർക്കുക? അതാണ് ഈ വംശീയ കലാപമാണ് അവിടെ നടന്നത്. ഇന്നും അതിന് ശമനം ഉണ്ടായിട്ടില്ല. കാരണം വംശീയ കലാപം പെട്ടെന്ന് ശമിക്കത്തില്ല. ഒരു കമ്മ്യൂണിറ്റി വയലൻസ് ആണ് ശമിക്കും, അതിന് അറുതിയുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്താൽ ഈ സംഭവം അങ്ങ് തീരും. ഇതെന്താ ശമിക്കാത്തത്? ഇത് ശമിക്കില്ല. കാരണം ഇതിന് ഇങ്ങനെ റൂട്ടുണ്ട്. ഒരു ഇത്ര നാൾ ഇത് പോകും.
എപ്പോഴും ഒരു ചരിത്രം നോർത്ത് ഈസ്റ്റിൻ്റെ അങ്ങനെയാണ്. അത് ലോകത്തെല്ലായിടത്തും വംശീയ കലാപം ഇത്ര വർഷത്തോളം പോവും. ഇപ്പം ഷിയ സുന്നി അത് കമ്മ്യൂണിറ്റി വയലൻസ് ആണ്? അല്ല, അതൊരു എത്നിക് ക്ലാഷാണ് സംഭവം. അത് ഇത്ര വർഷം കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് പോവുകയില്ലേ. രണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ, പിന്നെന്തുവാണ് ഒരു ക്ലാഷ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഓരോന്നിനും ടോപ്പിക്കിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന അവിടുത്തെ ബിരൻ സിംഗ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനായിരുന്നു. അയാൾ BJP ഒന്ന് ജോയിൻ ചെയ്തിട്ടാണ് അയാൾ മുഖ്യമന്ത്രിയാകുന്നത്. ഇനി അവിടുത്തെ മുഖ്യമന്ത്രിക്ക് എന്ത് പവറുണ്ട്? അതാണ് അടുത്ത ചോദ്യം. ഈ കലാപം തുടങ്ങിയ ശേഷം കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ട് അവിടുത്തെ ചീഫ് സെക്രട്ടറിയും DGPയെയും മാറ്റി കേന്ദ്ര ഗവൺമെൻറ് വെച്ചിരിക്കുന്നവരാണ് അവിടുത്തെ DGPയും ചീഫ് സെക്രട്ടറി. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രത്യേക റോളൊന്നുമില്ല. ഇതാണ് പ്രാഥമികമായിട്ടുള്ളത്. എന്താണ് ഹോം മിനിസ്റ്റർ അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞത്? ഡേറ്റ എടുക്കുക. അതായത് കുക്കി പ്രദേശത്തും മേത്തി പ്രദേശത്തും അവരുടെ എതിരായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, അതായത് കുക്കികൾ താമസിക്കും മേത്തിയിലുള്ളവർ പോകാൻ പറ്റത്തില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. പോലീസ് ഇങ്ങനെ കോർഡൺ ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറേക്കാളും വലിയ ഭയങ്കര ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കുക്കികൾ താമസിക്കുന്ന മലപ്രദേശത്ത് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന ട്രക്കിൻ്റെ ലോറി ഡ്രൈവർമാർ പോലും ആസാമിൽ നിന്ന് ആ വണ്ടിയും രജിസ്ട്രേഷനും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഗവൺമെൻറ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. അതാണ് വംശീയ കലാപം എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് തണുക്ക് തോന്നില്ല. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഈ പല കുട്ടികൾ അവിടുന്ന് ഈ കുക്കികളായിട്ടും മെയ്ത്തികളായിട്ടും ഇവിടെ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് ഡൽഹിയിലോട്ട് വന്നിട്ടുണ്ട്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റും പല NGOs. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചപ്പോഴാണ് വന്നത് യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത് വംശീയ കലാപമാണ്. അല്ലെങ്കിൽ ഈ ഉള്ള ക്രിസ്ത്യൻസിൻ്റെ പള്ളി ക്രിസ്ത്യൻസ് എങ്ങനെ തകർക്കാൻ പറ്റുന്നത് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇതേപോലെ ക്രിസ്ത്യൻസിനെ ഹിന്ദുക്കൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാനൊരു ക്ലാസിക് ടോപ്പിക്കുണ്ട്. അതായത് കാശ്മീരിലുള്ള പണ്ഡിറ്റുകളെ പാലായനം അവിടുന്ന് ഓടിക്കുന്നു, അവിടുത്തെ തീവ്രവാദി ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ്. അവിടെ ഏറ്റവും ന്യൂനപക്ഷമായ ക്രിസ്ത്യൻസിന് അവരുടെ 42 പള്ളികളും സ്കൂളുകളുമാണ് ബോംബ് വെച്ച് തകർത്തത്. എന്താണെന്ന് തീവ്രവാദികൾ പറഞ്ഞ് ഇതൊക്കെ ഡേറ്റ അവൈലബിൾ ആണ്. ഇവിടെ ക്രിസ്ത്യൻ സ്കൂളുകളും പള്ളികളും വേണ്ട, എന്നിട്ട് അവിടെ ഓടിച്ചു കഴിഞ്ഞിട്ട് അവരെത്രയോ പേര് തിരിച്ച് ഡൽഹിയിലാണ് വന്ന് ഈ പറയുന്ന ആൾക്കാർ. ഇതൊക്കെ അവൈലബിൾ അല്ലേ സംഭവം? ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റി എത്ര ക്രിസ്ത്യൻസിനെ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ആദ്യം തലയ്ക്കകത്തിടുക. ഇന്ത്യയിൽ ഉരുവപ്പെട്ട എല്ലാ ജില്ലകളിലും മലയാളികളുണ്ട്, മലയാളി ക്രിസ്ത്യൻസ് ഉണ്ട്. മിഷനായിട്ട് പോയതാണ്. ഇപ്പോൾ സ്കൂളും പരിപാടിയും ഒക്കെയായി. അവരോടൊക്കെ ചോദിച്ചു നോക്കുക, അവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി ഈ പറയുന്ന ക്രിസ്ത്യൻസിനെ ആട്ടി ഓടിക്കുന്ന അവിടെ ഇവിടെയൊക്കെ ക്ലാഷും പ്രശ്നമൊക്കെ ഉണ്ടാകും. അത് നോർമലായിട്ടുള്ള കോഴ്സാണ്. ചിലത് ഗവൺമെൻറ് അത് കൺട്രോൾ ചെയ്യും, ചിലത് മാറിപ്പോവും. അത് പിന്നെ അത് കൺട്രോളായിട്ട് ഇതെല്ലാം ലോക്കൽ ഇഷ്യൂസാണ്. ഇത് ക്രിസ്ത്യൻസിനെതിരെയുള്ള കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഇഷ്യൂ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് വരെ ഈ പറയുന്ന രീതിയിലൊന്നും ക്രിസ്ത്യൻസിനെതിരെ ഇന്ത്യയിൽ എവിടെ ഉണ്ടായിട്ടില്ല. ഡേറ്റ എടുത്ത് വെച്ച് തരാം. ഇനി അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. മധ്യപ്രദേശിൽ പലയിടത്തും ഉണ്ടായിട്ടില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഉണ്ടായത്. UP ഉണ്ടായത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഉണ്ടായത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഉണ്ടായത്. അതാ പറയുന്നത്, ഇത് പ്രത്യേക ഹോംവർക്ക് ചെയ്യണം. എത്രമാത്രം അറ്റാക്ക് ഉണ്ടായി, ക്ലാഷ് ഉണ്ടായി. പഴയ ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ PJ കുര്യൻ, അദ്ദേഹം എനിക്കറിയാവുന്ന വസ്തുതയാണ്. അദ്ദേഹം ഈ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ആൾക്കാരുടെ ഒരു കംപ്ലയിൻറ്റ് പ്രധാനമന്ത്രി മോദിക്ക് കൊടുക്കുന്നു. ഇതേപോലെ ക്ലാഷുകൾ ഉണ്ടാകുന്ന ഇവർ തന്ന സംഭവമാണ്, ഇതിനെപ്പറ്റി അന്വേഷിച്ച് നടപടിയെടുക്കണം. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു ഇതിൻ്റെ ഡേറ്റ എല്ലാം അദ്ദേഹത്തിന് എന്നെ ഓഫീസിൽ കൊടുക്കണം. 20 ദിവസം കഴിഞ്ഞ് റിപ്ലൈ കൊടുത്തു. ഈ പറയുന്ന പലതും, അതായത് 95% ഈ കൊടുത്തിരിക്കുന്ന ലെറ്ററിൻ്റെ അകത്ത് പറയുന്ന ലോക്കൽ ഇഷ്യൂ ആണ്. ക്രിസ്ത്യൻസിനെതിരെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഇത് ഡോക്യുമെൻ്റഡ് ആണ്. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇത് കേരളത്തിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ കേരളത്തിലെ BJP നേതാക്കൾക്ക് കഴിയുന്നില്ല, ഇൻക്ലൂഡിങ് മണിപ്പൂർ ഓൾസോ. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് നിങ്ങൾക്ക് തളർച്ച ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ഇതിനെപ്പറ്റി ഹോംവർക്ക് ചെയ്യണം, പഠിക്കണം. ഇപ്പോൾ ടോപ്പിക്ക് വരാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ഉണ്ടാകും.
നിങ്ങളെ അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് കൗണ്ടർ ചെയ്യണം, ഡേറ്റ വെച്ച് കൗണ്ടർ ചെയ്യണം. ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് വയലൻസ് ഉണ്ടായത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടായത് ഹിന്ദു മുസ്ലിം വയലൻസ് ആണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ അവൈലബിൾ ആണ്. ഇതൊക്കെ RTI കൊടുത്താലൊക്കെ കിട്ടുന്ന സംഭവമാണ്. ഈ എല്ലാ ഒരുപാട് ഡേറ്റ എല്ലാം ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താലും കിട്ടും. അതാണ് പറയുന്നത്, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ ഈ പറയുന്ന അപ്രിഹെൻഷൻ ഉണ്ട്. അത് മാറ്റിയെടുക്കുന്നത് ഇപ്പം ഡെവലപ്മെൻ്റ് ഒരു ഭാഗത്ത് നടക്കും, പക്ഷെ സോഷ്യലായിട്ടുള്ള കമ്മ്യൂണിറ്റി ഇഷ്യൂസിനെ പറ്റി അഡ്രസ്സ് ചെയ്യേണ്ട ലോക്കൽ നേതാക്കൾ തന്നെയാണ്. അവരാണത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അവിടെ കൗണ്ടറിൽ കംപ്ലീറ്റ് പരാജയമായിരുന്നു കേരളത്തിലെ BJP നേതാക്കൾ ചാനൽ ചർച്ചയിൽ കാണിച്ചത്. ഈ കുന്തമൊന്നും അവിടെ ഉണ്ടായേക്കുന്നത് എത്നിക് വയലൻസാണ്. അതാണ് എത്നിക് വയലൻസ്. ഈ കമ്മ്യൂണിറ്റി ഈ പറയുന്ന ഈ വർഗീയ കലാപത്തിന് ഇത്രമാത്രം ഫേസ് കിട്ടത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീരും. പക്ഷേ എത്നിക് ക്ലാഷിന് അത് അങ്ങനെ തീരത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും അവിടെ വയലൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്നത് കാരണം ഇപ്പോൾ ഡെവലപ്മെൻറ്റിൽ സംഭവമാണ് ഏറ്റവും കൂടുതൽ അടുത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്ത്യ എത്രമാത്രം മാറി, ഇന്ത്യ എവിടെയൊക്കെയാണ് മാറിയത്? കാർഷിക രംഗത്ത് മാറി, സയൻസ് ആൻഡ് ടെക്നോളജി മാറി, ഇൻഫ്രാസ്ട്രക്ചർ മാറി, ഗ്ലോബൽ പവറായിട്ട് ഇന്ത്യ മാറി. ഇതൊക്കെ ജനങ്ങളിലോട് പറഞ്ഞു കൊടുക്കുമ്പോഴും മാത്രമാണ് കൂടുതൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യം. മോദി വന്ന ശേഷം എത്ര വയലൻസ് ഉണ്ടായി, വർഗീയ കലാപം ഉണ്ടായി ഇന്ത്യയിൽ. മോദി വന്ന ശേഷം എത്രമാത്രം ഈ പറയുന്ന പശുവുമായിട്ടുള്ള സംഭവം ഉണ്ടായി, എത്രമാത്രം ഉണ്ടായി, അടിച്ചൊതുക്കി അതിന്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ മുസ്ലിംസിന് ലോകത്തിൽ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. കണക്കുകളുണ്ട്, പറഞ്ഞു കൊടുക്കണം. ഏതൊക്കെ രീതിയിലാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഓരോ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറിയത്, അത് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഡേറ്റ അവൈലബിൾ. ഇത് പറഞ്ഞ് മനസ്സിലാക്കാതെ പറയാതെ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുകയില്ല. അതിനെയാണ് അവർ കൗണ്ടർ ചെയ്യുന്നത്. ഞാനിത് BJPക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോ അല്ല, നിങ്ങളുടെ പോരായ്മകൾ പറഞ്ഞു തരിക. കാരണം നിങ്ങളുടെ പൊട്ടത്തരവും വങ്കത്തരവും പറഞ്ഞു തരിക. നിങ്ങളത് സെൽഫായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് കൗണ്ടർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം മോദി ഇത്രയും പാടുപെടുമ്പോൾ, അപ്പം ഈ സെൻട്രൽ ലീഡർഷിപ്പും പാടുപെടുമ്പോൾ അതിൻ്റെ റിസൾട്ട് കൊടുക്കുന്നത് കേരളത്തിലെ BJP. അത് നിങ്ങൾ തമ്മി തല്ലിയാലും നടക്കത്തൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ ചേഞ്ചസ് ഉണ്ടാകും. ചേഞ്ചസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് ടു ബി ഇൻ ദ ഫീൽഡ്. എന്നാൽ മാത്രമേ അതിന് ചേഞ്ച് ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ.